ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കണ്ണൂർ വന്നിട്ട് ആദ്യത്തെ ബ്ലോഗാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് കാണിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ അകത്തത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കുക, അത്രേ ഉള്ളൂ. ചെറിയ കുഞ്ഞ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെയാണ്, എവിടെയാണ് സ്ഥലം എന്ന് എനിക്കറിയില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം എനിക്കതൊന്നും അറിയില്ല. അപ്പോൾ നമ്മളിതാ ഇങ്ങനെയാണ് കയറി വരുന്നത്. ഇത് സ്റ്റെപ്പ്, പിന്നെ ഇങ്ങനെ, പിന്നെ ഇതാ മുന്നിൽ തന്നെ റോഡാണ്. പിന്നെ ഇവിടെ തന്നെ അക്ഷയ ഉണ്ട്, കട ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ താഴെ ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ ഇതാ ഈ ഫസ്റ്റത്തെ റൂമാണ് ഞങ്ങളെ റൂം കേട്ടോ. മറ്റേതൊക്കെ പിന്നെ ആൾക്കാർ ഉള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് വിശേഷങ്ങളൊക്കെ കാണാം, പോരി കേട്ടോ. പിന്നെ ഇവിടെ നല്ല ഭംഗിയാണ് കേട്ടോ. എന്താ റോഡ് തന്നെയാണ് ഫ്രണ്ടിൽ. പിന്നെ വീഴാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. റോഡ് തന്നെയാണ് ഫ്രണ്ടിൽ, റോഡ് തന്നെ ഉണ്ട്. നമുക്ക് ഇങ്ങനത്തെ ഇതൊന്നുമില്ല, ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ കാണിച്ചു തരാം. ഇതാണ് വീട് കേട്ടോ. ഇതാണ് ഹാള്, വലിയൊരു ഹാളാണ്, കുഴപ്പമില്ല, അത്യാവശ്യം ആണ് കിച്ചണ്. അപ്പം നമ്മൾ കറണ്ട് അടുപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് മെയിനായിട്ട് പറയാനുള്ളത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും പാർസലാണെന്ന് തോന്നിയോ, ഇത് പാർസലല്ല കേട്ടോ. ഇവിടെ ഇങ്ങനത്തെ കേസിലാണ് മീനും ചിക്കനൊക്കെ കിട്ടുക. അതാണ് ഈ കണ്ണൂർ നാടിൻ്റെ പ്രത്യേകത എന്ന് തോന്നുന്നുണ്ട്. ഇവിടെ എങ്ങനെയാണ് ചിക്കനും മീനൊക്കെ കിട്ടുക. അപ്പോൾ ഇത് മീനാണ്, ഏട്ടൻ കൊടുന്നതാണ്. സോപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ കൊടുന്നിട്ടുണ്ട്. ഇതൊക്കെ പിന്നെ അവിടുന്ന് മലപ്പുറത്തുനിന്ന് ഏറ്റി കൊടുക്കുന്ന സാധനങ്ങളാണ്. പിന്നെ പച്ചക്കറി ഇവിടെ വന്നിട്ട് വാങ്ങിച്ചു, ബാക്കിയുള്ളതൊക്കെ നമ്മൾ അവിടുന്ന് കൊടുക്കുന്നതാണ്. ഇത് പിന്നെ അച്ചാറാണ് കേട്ടോ ഗൈസ്, ഞാനിട്ട് അച്ചാറാണ്. ഇതിന് പിന്നെ അരിയും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒക്കെ പൊട്ടിച്ചതാണ് നമ്മളെടുത്ത്, കുപ്പിയും കാര്യങ്ങളൊന്നുമില്ല, അപ്പോൾ ഒക്കെ പൊട്ടിച്ചതാണ്. അപ്പോൾ അതാണ് ഇങ്ങനെ അടച്ച് വെച്ചത്. പിന്നെ ഇത് വെള്ളമാണ്, കുടിവെള്ളം, പഴം, മുട്ട, പഞ്ചസാര, ഓയിൽ, ഇതൊക്കെ ഉണ്ട്, സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ കിച്ചണിൽ. ഇവിടെയൊക്കെ പാത്രം വയ്ക്കാനും ഇതിനൊക്കെ സൗകര്യമുണ്ട്. മേലെ ഉണ്ടല്ലേ കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കിച്ചണിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ബാത്റൂമാണ് കേട്ടോ. ഇത് ബാത്റൂമാണ്. പിന്നെ ഒരു സിങ്ക് ഉണ്ട്, വാഷ് ബേസ് ഉണ്ട്. പിന്നെ നേരെ കഴിഞ്ഞാൽ ഇതൊരു റൂമാണ് കേട്ടോ, ഹാളിൽ. അത് ഞങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്, ഡ്രസ്സൊക്കെ തോരട്ട്. പിന്നെ അത് കഴിഞ്ഞാൽ മെയിനായിട്ടുള്ളത് ഇതാണ് ഞങ്ങളെ റൂം. അപ്പോൾ ഒരു ബെഡും കാര്യങ്ങളും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഇതാണ്, ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് പിന്നെ ബാത്റൂമാണ്. ഉള്ളിൽ നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോ. ബാത്റൂമാണ്, ഇങ്ങനെ സ്പെഷ്യലായിട്ട് പറയാനൊന്നുമില്ല. അപ്പം ഇത്ര വിശേഷമുള്ളൂ കേട്ടോ. അപ്പോൾ ഗൈസ് ഇത്ര വിശേഷമുള്ളൂ. ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോയിട്ട് കുക്കിംഗ് ചെയ്യാൻ, മീനൊക്കെ ഒന്ന് റെഡിയാക്കി ഇതാക്കട്ടെ. അപ്പം അതിന് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ വിശേഷങ്ങൾ. ഹായ് ഗായ്സ്, അപ്പോൾ അതാ ചോറ് തിളച്ച് വന്നിട്ടുണ്ട്. മീനിക്കുള്ള ഉള്ളിയും തക്കാളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ നമ്മുടെ മീൻ കഷ്ണ മീനാണെന്നാണ് പറഞ്ഞത്. എന്ത് മീനാണാവോ എനിക്കറിയില്ല. അതാ ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പുളി ഉണ്ടായിരുന്നില്ല, അപ്പോൾ പോയി വാങ്ങിയതാണ്. നമ്മളവിടെയൊക്കെ ഓരോ കവറിലായിട്ടൊക്കെ ഇട്ട് ഇതിങ്ങനെ പൊതിഞ്ഞിട്ടാണ് വരുന്നത്. കുരുമില്ലാത്ത പുളിയാണ് കേട്ടോ. ഈ പുളിക്ക് 20 ഉറുപ്പ്യാണ് ഗൈസ്. ഇവിടത്തേക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ലാസ്റ്റത്തത് ചോറ് ആയിട്ടുണ്ട്, മീൻകറി ആയിട്ടുണ്ട്. എന്നുള്ളൂ കേട്ടോ, ഈ 2 സാധനമേ ഉള്ളൂ, ചോറും മീൻകറിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ആമിക്കുട്ടി ഇതാ ഫോണ് കണ്ട് കിടക്കുകയാണ്. കുഞ്ഞാറ്റ അതവിടെ ഫോണ് കാണുന്നു. സിമ്മും കാര്യങ്ങളൊന്നുമില്ല, അതിലുള്ളത് കാണുകയാണ്. കുഞ്ഞാറ്റനെ കാണാൻ നല്ല രസമല്ലേ, സൂപ്പറല്ലേ. ഇതാണ് ഞങ്ങളെ ഏട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇങ്ങനെ നേരം പോക്കും. ഇതാണ് കുഞ്ഞാറ്റി, ഞാനും ആമിക്കുട്ടി, ഞങ്ങൾ 3 പേരും മാത്രം അല്ലേ. കുഞ്ഞു ഹായ് പറഞ്ഞ, ഹായ് പറ. കുഞ്ഞാറ്റതാട്ടോ.
മേത്ത് വന്ന് കുത്തിരിക്കേണ്ടത് ആമിക്കുട്ടിയുണ്ട്, കുഞ്ഞാറ്റുണ്ട്. അപ്പോൾ ചൂടായതുകൊണ്ട് മുട്ടയൊക്കെ ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട് ഗൈസ്, കെട്ടി വെച്ചിരിക്കണം ചൂടായതുകൊണ്ട്. അപ്പോൾ ഞാനും കുഞ്ഞാറ്റിയിടാ ഞങ്ങളെന്തായാലും ഇനി വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരിക്കും. അവള് പോവാണ് കേട്ടോ ഗൈസ്. കുഞ്ഞാറ്റേ, അണക്കേ അച്ഛനെയാണോ ഇഷ്ടം അമ്മേനെയാണോ ഇഷ്ടം? അമ്മ. അച്ഛക്കുട്ടി ആരാണ് അപ്പോൾ? ചേച്ചിയോ? ഉറക്കെ പറ, കേൾക്കണില്ല. ചേച്ചി. ആ അപ്പം ഈ അമ്മേൻ്റെ കുട്ടി ആരാ? കിച്ചു. അപ്പം അയ്യോ താട്ടനോ? ഈ അച്ഛൻ്റെ കുട്ടി. ആ അപ്പോൾ മോന് താട്ടനോ? ദീദി അമ്മേൻ്റെ കുട്ടി. അപ്പോൾ ദീദിയോ? ദീദിയോ? ദീദി ആരെ കുട്ടിയാ? താട്ടൻ്റെ കുട്ടിയോ? ഏത് താട്ടൻ്റെ? ദീദി അമ്മേൻ്റെ കുട്ടിയോ? അപ്പം അച്ചു താട്ടനോ? ആ ദീദി അമ്മേൻ്റെ കുട്ടി. ആ അപ്പം നന്ദു താട്ടനോ? അമ്മേൻ്റെ കുട്ടി. അപ്പം അപ്പു താട്ടനോ? അമ്മേൻ്റെ കുട്ടി. അപ്പം അമ്മു ചേച്ചിയോ? അമ്മേൻ്റെ കുട്ടി അല്ലേ? അപ്പോൾ കുഞ്ഞാറ്റാരെ കുട്ടിയാ? അമ്മേൻ്റെ കുട്ടി. ഏതമ്മേൻ്റെ കുട്ടിയാ? അമ്മേൻ്റെ പേരെന്താ പറ, പേര് പറ. അമ്മേൻ്റെ പേരെന്താ? അല്ല അമ്മേൻ്റെ പേരെന്താ? അമ്മേ. ആ ഓക്കെ. അപ്പം കുഞ്ഞേച്ചി ആരെ കുട്ടിയാ? അച്ഛൻ്റെ കുട്ടിയോ? ആ അപ്പം കുഞ്ഞാറ്റയാണ് അമ്മേൻ്റെ കുട്ടി, കുഞ്ഞേച്ചിയാണ് അച്ഛൻ്റെ കുട്ടി അല്ലേ? ആ പിന്നെ കുഞ്ഞാറ്റയ്ക്ക് പാട്ടറിയോ? എന്നാ ഒരു പാട്ട് പാടിക്കാം. ആ പിന്നെ പിന്നെ ആ അയ്യപ്പം വേണം. പിന്നെ ആ ചേരില്ല. പിന്നെ പിന്നെ ഇനിയുണ്ടല്ലോ വേറെന്തോ ഒരു പറയല്ലോ, പറ്റി ചൂ, പറ്റിച്ചോ എന്ന് അറിയില്ലേ? ആ എന്നിട്ട് എന്താ പറയാത്തത്? ആ ആ പാട്. അറിയില്ല. ആ അപ്പോൾ എന്നാ വേറെ കുക്കി എങ്ങനെ കാണിക്കുക? ഗുഡ് ഗേൾ എങ്ങനെ കാണിക്കുക? ആ അപ്പോൾ ബാഡ് ഗേൾ എങ്ങനെ കാണിക്കുക? ആ ഇതാണ് കുഞ്ഞാറ്റൻ്റെ ബാക്കി, ഇത് കുക്കിയാണ് കേട്ടോ. ആ പിന്നെ വേറെന്താ? ഓക്കെ എങ്ങനെ കാണിക്കുക? ഓക്കെ ഓക്കെ എങ്ങനെ പറയാ? ഓക്കെ. ആ പിന്നെ അച്ഛനോട് എങ്ങനെ ഉടുപ്പ് വാങ്ങിത്തരും എങ്ങനെ ചോദിക്കുക? എങ്ങനെ ചോദിക്കുക? ആ എങ്ങനെ പറയാ? വാങ്ങിത്താ. ആ പിന്നെ പീച്ച് പറയോ? പീച്ച് പീച്ച് എങ്ങനെ പറയാ? ഞാറ്റ കരയണത് ഞാറ്റതാ കരയാണ്. കുഞ്ഞാറ്റ എന്തിനാ കരയണേ? എന്തിനാ കരയണേ? എങ്ങോട്ടാ പോണേ? എങ്ങോട്ടാ പോണേ? എന്നാ ഞാൻ പോട്ടെ, ഞാൻ പോട്ടെ, ഞാൻ ചേച്ചിയും പോട്ടെ, ഞാനും കുഞ്ഞേച്ചിയും പോട്ടെ. പോട്ടെ, ഞങ്ങൾ പോട്ടെ. അതാ തല്ലാൻ വരികയാണല്ലോ ആമി. നമുക്ക് പോവുക ആമിയെ, ഞങ്ങൾ പോവട്ടെ എന്നാൽ. ടാറ്റാ ടാറ്റാ, പോട്ടെ. ആമിയെ ടാറ്റ കൊടുത്ത് പോരുട്ടോ. ഞങ്ങൾ പോട്ടെ.
പോട്ടെ ഞങ്ങള് എന്നുവെച്ച് ചല്ലിയാണല്ലോ. ഇത് ചല്ലുവോ? ചല്ലുവോ? ചല്ലുനി ചല്ലുവോ? ടാറ്റാ. അമ്മ പോണില്ല കേട്ടോ. അമ്മേൻ്റെ സുന്ദരി ആരാ? നമ്മക്കൊരു അവട്ടിക്ക് അമ്മേൻ്റെ സ്വത്താരാ? എടുക്കേട്ടോ. മതിയോ? ചിന്നി. ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ കുഞ്ഞു ബിരിയാണി തിന്നെയാണ്. എന്താ തിന്നണേ? എന്താ കുഞ്ഞാറ്റ കഴിക്കണേ? എന്താ കഴിക്കണേ? എന്താ കഴിക്കണേ? എന്താ കഴിക്കണത്? ഇതെന്താണ്? എച്ചിയൊക്കെ ഉണ്ടോ? എച്ച് ബിരിയാണി മാമൂന്ന് വിളിച്ച് തിന്നണത്. നമ്മൾ സാധാരണ പ്ലേറ്റിലാണ് കഴിക്കുക. എൻ്റെ കുട്ടി വാൽപാത്രത്തിലാണ്, നോൺ സ്റ്റിക്കിൻ്റെ ദോശച്ചട്ടിയിലാണ് എൻ്റെ കുട്ടി ബിരിയാണി മാമു കഴിക്കുന്നത് അല്ലേ? എനിക്ക് ഇഷ്ടമായോ ബിരിയാണി? ആരാ കൊടുന്നേ? അച്ഛേ? അമ്മയല്ല? ഞാനല്ല കൂടുന്നത്, അവളെ അച്ഛയാണ് കൂടുന്നത് ബിരിയാണി മാമു. എന്നിട്ട് മാമു തിന്നോ? എന്താ തിന്നാത്തത്? ചിന്നി മാമു ചിന്നി. ഇവർക്ക് കാണിച്ചു കൊടുത്താ, കൂട്ടുകാരത്തിയൊക്കെ കാണിച്ചു കൊടുത്താ ഇങ്ങനെ മാമു ചിന്നിയാന്ന്, ഇങ്ങനെ മാമു ചിന്നിയാന്ന് കാണിച്ചു കൊടുത്താ. കടിച്ചാ? കടിച്ചാ? സാരല്ല, മാമു തിന്നളന്നെ. മാമു ചിന്നി. എരിയുണ്ടോ? മാമു ചിന്നി. എരിവ് പോയി. പോയി. ഇനി ചിന്നി, വേഗം ചിന്നി. അത് ചിന്നിന്നാല്. മതിയിട്ടില്ല. ചിന്നി മാമു ചിന്നി. ചേച്ചി എടുത്തോ? എൻ്റെ മാമുവോ? എന്തിനാ ആമിയജ മാമു എടുത്തത്? ആമി കുട്ടി ഇതവിടെ എല്ലും കഷ്ണം കടിച്ച് തിന്നിരിക്കും. ചേച്ചി അച്ചി തിന്നോ? എൻ്റെ ആമിക്കുട്ടി തിന്ന ഇറച്ചിയാണ് ഇപ്പോൾ കുഞ്ഞാറ്റ തിന്നണത്. അതും കുറകാണ് ഗായ്സ്. കടിച്ച് മുറിച്ചങ്ങനെ തിന്നണാണ്ടില്ലേ? സൂപ്പർ. എന്നാ ബായി പറ. ബായി. സി യു പറ. ലവ് യു പറ. ടാറ്റാ പറ. പറഞ്ഞാലും എന്താ സിമ്മൂരാൻ കിട്ടാത്ത?
വേണ്ടേ നമുക്ക് ബാങ്ക് എടുത്തോളേക്കുന്നു എന്തു പറഞ്ഞാലും